ഹായ് മക്കളെ, ഇന്ന് നമ്മുടെ ഉത്സവത്തിൻ്റെ 5-ാം ദിനമാണ് കേട്ടോ. 5-ാം ഉത്സവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ വന്നു. നമ്മളൊക്കെ ആദ്യം വന്നവർ. അപ്പോൾ ഇന്ന് താലപ്പൊലിയുണ്ട്. ഇതാണ് ആ താലപ്പൊലി. അതായത് നമ്മുടെ വീടുകളിൽ നിന്ന് നേർച്ച താലപ്പൊലി പോലെ നമ്മൾ താലം അണിയിച്ചൊരുക്കി അമ്പലത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് വാദ്യമേളങ്ങളോടുകൂടി നമ്മളെ അകത്തോട്ട് ആനയിക്കും. അതാണിത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതാ നമ്മുടെ ഇനായയുടെ ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഇനായ ക്ഷമയോടെ അങ്ങനെ ഇരിക്കുകയാണ്. കസേരയിലൊക്കെ കയറി വലിയ ബഹളമില്ലാതെ ഇരിപ്പുണ്ട്. കാരണം ടീച്ചറിൻ്റെ പേടിയാണ്. ദേശാനി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറയുകയാണ്. ദേശാനി ഇങ്ങനെ ഒരു കൂട്ടുകാരിനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച്. നമ്മൾ ഇഷാനി, കുഞ്ഞാപ്പി ഇവരൊന്നും ഒരു വലിയ പ്രശ്നക്കാരല്ല. അതായിരിക്കുന്ന ഇനായാണ് വലിയ പ്രശ്നം. മണ്ണിൽ കിടന്നുരുളുക, പിന്നെ അംഗൻവാടിയിലെ കൂട്ടുകാരാണ് മുഴുവൻ. അവരുമായിട്ടുള്ള കളി, അതൊക്കെയാണ് പുള്ളിയുടെ ഹോബീസ്. ഇന്ന് ഭജൻസാണ് കേട്ടോ. ഭജന ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇന്ന് ഭജൻസ് അത്രയും ഒരു ഇതാണോയെന്ന് എനിക്കറിയില്ല. കാരണം അധികം പേരില്ലായിരുന്നു. ഇന്ന് വളരെ കുറച്ച് പേര് മാത്രമേ ഭജന കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭജൻസ് നടക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് പൈസ നല്ല രീതിയിൽ പൊട്ടിയൊരു ദിവസമായിരുന്നു. കാരണം നമ്മൾ പിള്ളേർക്ക് കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. അവർക്ക് വേണമെന്നൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അവർ. അങ്ങനത്തെ ബലൂൺസ് വാങ്ങി. ആ ബലൂൺ വാങ്ങി നമ്മൾ പോവാണ്. ബലൂൺ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ബബിൾസ് വാങ്ങി ഇഷാനി ഊതി കളിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വലിയ കാര്യങ്ങൾ ചോദിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബലൂണിലൊക്കെ ആണ് പുള്ളിക്കാരിയുടെയും ഇനായുടെയൊക്കെ പിടുത്തം. വലിയ ഇതിലേക്ക് ഇതുവരെ പോയിട്ടില്ല. നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. വീണ്ടും പോവാണ്. കാരണം ഇനായയും കുഞ്ഞാപ്പിയും കൂടി ബലൂണിനിടിയായി. വീണ്ടും ബലൂൺ വാങ്ങിക്കാൻ നമ്മൾ പോയി. അങ്ങനെ കുഞ്ഞാപ്പിക്കൊരു ബലൂൺ വാങ്ങി. കുഞ്ഞാപ്പിയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞാപ്പിയുടെ കയ്യിൽ ഒരു ബലൂണായി. ഇനി ഏതായാലും ഇടി വയ്ക്കില്ല രണ്ടുപേരും കൂടി. വീണ്ടും നമ്മൾ മുളക് ബജ്ജി വേണം, കോളിഫ്ലവർ ബജ്ജി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് അതും വാങ്ങാൻ പോവാണ്. എത്ര നാൾ കൊച്ചുങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വാങ്ങിയിട്ട് വിനായക്കും മറ്റും കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കണം. ഒരെണ്ണേ വാങ്ങിത്തരുള്ളൂ എന്ന് പറഞ്ഞു. ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. മുളക് ബജ്ജി കണ്ട നല്ല മുളക് ബജ്ജിയായിരുന്നു കേട്ടോ. നല്ല മീറ്ററോള് പോലെ ഉരുണ്ടിരിക്കുന്ന മുളക് ബജ്ജിയായിരുന്നു. നല്ലതായിരുന്നു. അപ്പോൾ മുളക് ബജ്ജിയും കോളിഫ്ലവറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് പൈസ പൊടിഞ്ഞ ദിവസമാണ്. അപ്പോൾ താങ്ക് യു ഓൾ.